ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ചാനൽ. ഇറ്റ്സ് മീ ഹിനാര. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് ടോയ്സ് കളക്ഷൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ലബൂബു ആണ്. എനിക്ക് ഇപ്പച്ച് ദുബായിൽ നിന്ന് വാങ്ങിച്ച് തന്നതാണ്. അന്ന് ഈ ലബൂബു എന്ന് പറഞ്ഞ സാധനം നല്ല ട്രെൻഡിങ് ആയിട്ടായിരുന്നു. അപ്പോൾ കൊതി തോന്നിയപ്പോൾ വാങ്ങിച്ചു തന്നതാണ്. എനിക്ക് കിട്ടിയത് ഈ ഒരു പീക്കോ കളറാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഹൻഫ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് എൻ്റെ ബർത്ത്ഡേക്ക്. ഇതിൻ്റെ സ്കൂളത്തെ ഫ്രണ്ടാണ് ഹൻഫ. അവൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഒരു മിക്കി മൗസിൻ്റെ ഒക്കെ ഒരു ഇതുമാരത്തെ ഒരു ടോയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഇതിൻ്റെ അനിയൻ്റെ കേട്ടോ, ഇതിൻ്റെതല്ല. അപ്പോൾ ഇത് അംബാസഡറാണ്. ഇതൊരു ഹോട്ട് വീൽ ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഇത് എൻ്റെ മാമൻ ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊടുന്നതാണ്. നല്ലൊരു കാഷ്വൽ വെയേഴ്സ്, കാഷ്വൽ ടൈപ്പ് കാർസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ 3rd പഠിക്കുമ്പോൾ നെയ്ല മൻസൂർ എന്ന് പറഞ്ഞ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആൾക്ക് തന്നതാണ്. അതും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് കേട്ടോ തന്നത്. ഇത് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു എർത്തിൻ്റെ ഷേപ്പിൽ, അതായത് എർത്താവും. അപ്പോൾ ഇതോളെ പപ്പ ഖത്തറിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഒന്ന് തന്നതാണ് ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഇത് നല്ല രസമാണ്. ആ ടൈമിൽ ഇതിൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. നല്ല രസമാണ് കാണാൻ. അപ്പോൾ അടുത്തത് എന്ന് പറഞ്ഞാൽ ഡൈനോസറാണ്. ഇതിൻ്റെ അനിയൻ്റെ ഒരു കളക്ഷനാണ്. അവൻ്റെ അടുത്ത് കുറേ കളക്ഷൻസ് ഉണ്ട് ഡൈനോസറിൻ്റെ, ആനിമൽസിൻ്റെ ഒക്കെ. അപ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്തതാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു വേറൊരു ടൈപ്പ് ഉണ്ട്, ജിറാഫിൻ്റെ ഒക്കെ പാമ്പിൻ്റെ ഒക്കെ ഒരു ടങ്കുള്ള ഒരു വേറൊന്ന്. അപ്പോൾ നിങ്ങൾ ജിറാസിക് പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫിലിം കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ഇത്. അടുത്തത് ഇതിൻ്റെ ആപ്പാപ്പ ദുബായിൽ നിന്ന് കൊടുന്നതാണ്. ഇതിൻ്റെ ഈ മുടിയില്ല, ചെപ്രാച്ചി മുടി വലിക്കുമ്പോൾ ഇതിങ്ങനെ കരയുണ്ടാവും കേട്ടോ. പല പല ശബ്ദത്തിൽ ഇത് കരയും. ആ ഒരു ചെറിയ ടോയാണിത്. ഇത് നല്ല രസമാണ് കേട്ടോ. എന്നാലും കേൾക്കാൻ ഇതിൻ്റെ ശബ്ദം നമ്മൾ ഓരോന്ന് വലിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം മാറിക്കൊണ്ടിരിക്കും. ഒരു ബ്ലൂ ഗ്രീന് ടൈപ്പിലുള്ളൊരു മുടിയാണ് കേട്ടോ ഇതിൻ്റെ. പിന്നെ ഇത് ഞാൻ ഇതിന് ഷോപ്പിങ്ങിന് പോയപ്പോൾ പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ ഉമ്മാനോട് കുറേ വഴക്കുണ്ടാക്കിയിട്ടാണ് ഒരു പൈനാപ്പിൾ ബാഗൊക്കെ മാരത്തൊരു പൈനാപ്പിൾ ബാഗല്ല, പൈനാപ്പിൾ ടോയ് വാങ്ങിച്ചതല്ല, ഒരു സോഫ്റ്റ് ടോയ് ആണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇത് ഫാന്. ഇതിൻ്റെ ആ ഭാഗത്തൊക്കെ ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് നല്ല ക്വാളിറ്റി ഇല്ലാത്തതാണ്. ഞാൻ അവിടെ എൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഹിനാര ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, അപ്പോൾ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളിവിടുത്തെ കാറിലുണ്ടായിരുന്നൊരു ടോയാണ്. ഇങ്ങനത്തെ 2 ഉണ്ട്. പക്ഷെ ഒന്ന് കേട് വന്ന് എവിടെ ഉണ്ട്. ഇതാണ് ഇപ്പം നിലവിൽ നല്ല രസമാണ് കേട്ടത്. പണ്ട് ഇമ്മിയും കുട്ടിയൊക്കെ കളിക്കുമ്പോൾ ഇത് തന്നെയായിരുന്നു. പിന്നെ ഇത് എൻ്റെ കസിൻ്റെ പപ്പ എൻ്റെ അനിയന് ട്രീറ്റ്മെൻറ്റിന് സമയത്ത് ഗിഫ്റ്റായി കൊണ്ടെടുത്തതാണ് കേട്ടോ. ഇത് ആ സമയത്തൊക്കെ അവനക്ക് യൂസ്ഫുള്ളായിരുന്നു. അഡ്മിറ്റ് ആയപ്പോൾ കളിക്കുക, ടൈം പാസിന് കളിക്കുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കൊടുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ പല ഷേപ്പിലുള്ളതും പല ഇതിലുള്ള കുറേ കട്ടകളാണ് ഇതിലുള്ളത്. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ സ്ക്രൂ ഡ്രൈവർ അതൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ ഇതിങ്ങനെ തിരിച്ച് നമ്മൾ ഓരോരോ വണ്ടികൾ, വെഹിക്കിൾസ് ഉണ്ടാക്കാനുള്ളതാണിത്. നല്ല രസമാണ് കേട്ടോ. ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് നമ്മൾ ചലഞ്ച് ആരാണൊറ്റ ഭംഗിയിൽ ഒരു കാർ ഉണ്ടാക്കണമെന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. ഈ ബുക്ക് നോക്കിയിട്ടാണ് ഉണ്ടാക്കൽ. നമുക്ക് ഒറ്റയ്ക്കും ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം. അടുത്തതായി എല്ലാവരും പ്രിയപ്പെട്ട സാധനമാണ്. ഇങ്ങനത്തെ സ്റ്റോൺസുമായിട്ടൊരു സാധനമാണ്. നമ്മളിതായിട്ട് ബിൽഡിങ്സ് ഉണ്ടാക്കും, കാറുണ്ടാക്കും, അങ്ങനെ കുറേ കളിച്ചിട്ടുള്ള വീട്, ഹൗസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇതിനായിട്ട്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ഈ സാധനം. ഇതിങ്ങനെ ചെയ്യുന്നതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ എൻ്റെ മോസ്റ്റ് ഓഫ് നല്ലൊരു മെമ്മറി ആയിട്ടുള്ള ടോയാണിത്. ഇത് എൻ്റെ ഉപ്പച്ചിയുള്ള സമയത്ത് എനിക്ക് ക്ലാസ്സിൽ എക്സാമിനൊക്കെ മാർക്ക് ഉണ്ടായപ്പോൾ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതേമാതിരി തന്നെ എൻ്റെ കസിൻക്ക് ഇതിൻ്റെ റെഡ് കളറുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുവരെ ടാറ്റ. അടുത്ത വീഡിയോ